ഹലോ ഗായ്സ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ യമ്മി യമ്മി. നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. ഇനി ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് പിസ്സ സോസാണ്. വളരെ ഈസി ആയിട്ട് തന്നെ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു സോസാണിത്. അപ്പോൾ അതിനായി ഞാനൊരു 4 വലിയ തക്കാളി എടുത്തിട്ടുണ്ട്. അത് നമുക്കെല്ലാം ഒന്ന് പീൽ ഓഫ് ചെയ്യണം. വളരെ സൂക്ഷിച്ച് തന്നെ നമ്മൾ പീൽ ഓഫ് ചെയ്യുക, അല്ലെങ്കിൽ അതിൻ്റെ ഫ്ലഷും കൂടെയൊക്കെ ഒന്ന് നമ്മൾ പീൽ ഓഫ് ചെയ്യുമ്പോൾ അത് പോവും. അപ്പം വളരെ തിന്നായിട്ട് തന്നെ ഇങ്ങനെ പീൽ ഓഫ് ചെയ്തെടുക്കുക. കണ്ടോ, ഇതേപോലെ ചെറുതായിട്ടിങ്ങനെ അതിൻ്റെ തൊലി മാത്രം കട്ട് ചെയ്യുന്ന രീതിയിൽ വളരെ പതുക്കെ എടുത്താൽ മതി, അല്ലെങ്കിൽ ആ ഫ്ലഷും കൂടെ നമുക്ക് അതിൽ നിന്ന് ഊർന്നു പോകും. അപ്പോൾ എല്ലാം ഞാനിങ്ങനെ പീൽ ഓഫ് ചെയ്തിട്ടുണ്ട്. ഇനി അതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. വളരെ ചെറിയ പീസായിട്ടാണ് ഞാൻ കട്ട് ചെയ്യുന്നത്. പെട്ടെന്ന് നമുക്ക് വെന്ത് കിട്ടാനായിട്ടാണ് അങ്ങനെ ചെറുതായിട്ട് ഞാൻ കട്ട് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ബാക്കിയുള്ള ഭാഗം നമ്മൾ കട്ട് ചെയ്ത് കളയണം, അതിൻ്റെ സ്റ്റെമ്മ് വരുന്നത്. എന്നിട്ട് ഇങ്ങനെ ഒന്ന് ജസ്റ്റ് ചെറുതായിട്ടിങ്ങനെ കട്ട് ചെയ്ത് മാറ്റാം. എല്ലാ തക്കാളിയും ഇതേപോലെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റണം. ആ സ്റ്റെമ്മിൻ്റെ സൈഡ് നമുക്ക് വേണ്ട, അത് കട്ട് ചെയ്ത് കളയാം. എന്നിട്ട് ബാക്കിയുള്ള ഭാഗം നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ചെറിയ പീസായിട്ടാണ് കട്ട് ചെയ്യുന്നത്. നിങ്ങൾക്ക് വലിയ പീസ് വേണമെങ്കിൽ കട്ട് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ഇങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കതൊന്ന് വെന്ത് കിട്ടും, അതുകൊണ്ടാണ് അങ്ങനെ എടുത്തത്. അപ്പോൾ എല്ലാം ഞാൻ കട്ട് ചെയ്ത് ഇങ്ങനെ മാറ്റിയിട്ടുണ്ട്. ഇനി ഞാനൊരു പാൻ എടുത്തിട്ടുണ്ട്, അതിലേക്ക് കുറച്ച് ഒലിവ് ഓയിൽ ആഡ് ചെയ്യുകയാണ്. ഇനി അതിന് ശേഷം ഒരു 1.5 ടീസ്പൂണോളം ഗാർലിക്കാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2 ടേബിൾ സ്പൂണോളം ഓണിയനും കൂടെ ചോപ്പ് ചെയ്തത് ആഡ് ചെയ്യുന്നുണ്ട്. ഇനി അതും കൂടെ നല്ലതുപോലെ നമുക്ക് സോട്ട് ചെയ്തെടുക്കാം. സോട്ട് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അതിലോട്ട് തക്കാളി ആഡ് ചെയ്യാം. ചോപ്പ് ചെയ്ത് വെച്ചിരിക്കുന്ന എല്ലാ തക്കാളിയും നമ്മൾ ആഡ് ചെയ്യുന്നുണ്ട്. എല്ലാം നമ്മൾ ഇട്ട് കൊടുത്തു. ഇനി നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. പ്രത്യേകം ശ്രദ്ധിക്കുക, ഇതിലോട്ട് വെള്ളം ഒന്നും നിങ്ങൾ ആഡ് ചെയ്യരുത്. നമ്മുടെ തക്കാളിയിൽ നിന്ന് തന്നെ ആ ജ്യൂസ് ഇങ്ങനെ ഇറങ്ങും, ആ വെള്ളം തന്നെ ഇറങ്ങും. പിന്നെ കുറച്ച് ഉപ്പും കൂടെ നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്, ആവശ്യത്തിന് മാത്രം ഇട്ടാൽ മതി. ഇനി ഒന്ന് ക്ലോസ് ചെയ്ത് കവർ ചെയ്ത് വെച്ച് കുറച്ച് നേരം വേവിക്കാം. കണ്ടോ, നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ സ്മാഷ്ഡ് ആയിട്ടുണ്ട്, ജ്യൂസി ആയിട്ടുണ്ട്. വളരെ എളുപ്പത്തിൽ നമുക്കിങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഞാൻ ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചത്. കണ്ടോ, വളരെ ഈസിയാണ്. ഇനി അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂണോളം ബേസിൽ പൗഡറും പിന്നെ ഒരു 1 ടീസ്പൂണോളം ഒറിഗാനോയും കുറച്ച് ചില്ലി ഫ്ലേക്സുമാണ് ആഡ് ചെയ്തത്. നല്ലതുപോലെ അതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഒട്ടും വെള്ളം ആഡ് ചെയ്യരുത്, അല്ലെങ്കിൽ സോസ് നല്ല ലൂസായി പോവും. ആ വെള്ളം നിങ്ങൾ കുറുകുന്ന വരെ വെച്ച് തിളപ്പിക്കേണ്ടി വരും. ഞാൻ പിന്നെ ആഡ് ചെയ്ത് 2 ടേബിൾ സ്പൂണോളം കെച്ചപ്പാണ് ആഡ് ചെയ്തത്. അതും കൂടെ നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്യാം. ടൊമാറ്റോ സോസ് അതാണ് ആഡ് ചെയ്തത്. നല്ലതുപോലെ നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. പിന്നെ ഞാൻ ആഡ് ചെയ്യുന്നത് 1 ടീസ്പൂണോളം കാശ്മീരി പൗഡറാണ്. അത് നമ്മുടെ സോസിന് നല്ലൊരു കളറ് കിട്ടാനാണ് ആഡ് ചെയ്യുന്നത്. അപ്പോൾ അതും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നല്ലതുപോലെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അവസാനമായിട്ട് കുറച്ച് പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. ഒരുപാടൊന്നും ആഡ് ചെയ്യരുത്, വളരെ കുറച്ച് മാത്രം, ഒരു 1/2 ടീസ്പൂണോളം മാത്രം ആഡ് ചെയ്താൽ മതി. ഞാൻ അടച്ച് വെച്ച് കുറച്ചും കൂടെ വേവിച്ചു. കണ്ടോ, എല്ലാം നമുക്ക് കറക്റ്റ് സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമുക്ക് തീ ഓഫ് ചെയ്ത് വയ്ക്കാം. ഇതൊന്ന് അതിൻ്റെ ചൂടൊക്കെ ഒന്ന് ആറി വരുന്നത് വരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇനി ആ ചൂടൊക്കെ മാറി, ഇനി അതൊരു മിക്സിയുടെ ജാറിലോട്ട് ഞാൻ എല്ലാം ഒഴിച്ചു കൊടുത്ത് ഗ്രൈൻഡ് ചെയ്ത് നല്ലൊരു പേസ്റ്റാക്കി എടുക്കാൻ പോവാണ്. അപ്പോൾ നമ്മുടെ സോസ് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാം. കണ്ടോ, എന്ത് ഈസി ആയിട്ടാണ് റെഡിയാക്കി എടുക്കാൻ പറ്റുക. അപ്പോൾ ഇത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് ജാറിലിട്ട് ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്. കണ്ടോ, ഇത്രയും കൺസിസ്റ്റൻസിയിലാണ് നമ്മൾ സോസ് വരുന്നത്. അപ്പോൾ വളരെ എളുപ്പം നമുക്ക് ഉണ്ടാക്കി നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്തും വെക്കാം. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.